അവനെ പ്രസവിച്ച ഉടനെ എൻ്റെ കൈ കൊണ്ട് തന്ന് ദിവസം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പൊ ദാ പോയി 7 കൊല്ലം. ഇത് വേദുവിനുള്ള ഒരു ഫ്യൂച്ചർ മെസ്സേജ് ആണ്. അപ്പൊ വേദു വലുതായിട്ട് ഇത് കാണുമ്പോൾ അപ്പയുടെ അമ്മയുടെ മെസ്സേജ് ആണ്. ബിക്കോസ് യു ആർ 7-year-old now and and Vedu, we are so lucky to have you as our son. We are extremely proud of you. We love you and you are the biggest gift of our life. You are our world, our life. ഈ 7 വർഷം was so memorable and traveling with you, everything. അപ്പൊ ഇത് ഈ ഒരു ബർത്ത്ഡേക്ക് മുമ്പേ പറയാനുള്ളത്, ഐ തിങ്ക് ഇതൊരു ഇയർ ഓഫ് ചേഞ്ച് ആണ്. കാരണം ഫസ്റ്റ് ടൈം വേദുവിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുവാണ്. സോ ഇറ്റ്സ് ലൈക്ക് 7 years. സോ ഇറ്റ്സ് നെക്സ്റ്റ് ഫേസ് എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. ഇതുവരെ നമ്മൾ മാത്രമുള്ള ഒരു ലോകമായിരുന്നു. ബട്ട് നൗ യുവർ വേൾഡ് ഇസ് എക്സ്പാൻഡിങ് ആൻഡ് സാധാരണ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് എപ്പോഴും വീഡിയോ മെസ്സേജസ് ഒക്കെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നത്. ബട്ട് ദിസ് ഇസ് എ പേഴ്സണൽ മെസ്സേജ് ടു വേദു. ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ നോ ദാറ്റ് ഹാപ്പിയാന്ന് വിചാരിച്ചാൽ മതി. വേദുവിനെ നമ്മുടെ സണ്ണായിട്ട് കിട്ടിയതിന് വരദാന്ന് പേര് വെച്ചതിന് ദൈവത്തിന്റെ ഒരു വരദാനം തന്നെയാണ്. സോ വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. സോ അപ്പയുടെ തങ്കുവിന് 7 years old ആയി. ഫ്രണ്ട്സിന്റെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ടൈം. ഇന്നത്തെ തീം ബ്ലാക്ക് ആണ്, ഓൾ ബ്ലാക്ക്. ഓക്കെ, ഹാപ്പി ആണോ ബേദുവിന്റെ ബർത്ത്ഡേക്ക്? ഇന്ന് ലക്കി 7 ആണോ? അപ്പൊ ഇതിനെ പ്രാങ്ക് ചെയ്തില്ലേ രാവിലെ? എന്നിട്ട് ഗിഫ്റ്റ് കിട്ടിയില്ലേ? എന്താ തന്നെ? സോ ഗൈസ്, ഇതാണ് വേദുവിന്റെ ബർത്ത്ഡേ കോസ്റ്റ്യൂം. വേദുവിന്റെ ഫസ്റ്റ് ടൈം ആണ് ഫ്രണ്ട്സിന്റെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ റെഡി ആയിട്ട് ഓബ്രോഡ് ബോളിലെ പ്ലേ ഏരിയ പോവാം. ഓക്കെ, എല്ലാരും വെയിറ്റിംഗ് ആയിരിക്കും. എന്തേ 7 വയസ്സ്, എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളതെന്ന് അത് എന്താ എന്താ പറയാനുള്ള 7 വയസ്സ് എങ്ങനെ പോയി 7 വർഷം എന്നുള്ളത് ആലോചിച്ചിട്ട് ഒരു എത്തിപ്പിടിയില്ല. 7 വയസ്സ് ആളെങ്ങനെയായി? അതേ കണ്ട കുഴപ്പമില്ലല്ലോ, പിടിച്ചു നിർത്താലോ. എപ്പോഴും കൈവിട്ടൊന്നും പോയിട്ടില്ല. കൈവിടിപ്പിക്കില്ലല്ലേ, ഞാൻ ഉള്ളിടത്തോളം കാലം കൈവിട്ടു പോകത്തില്ല അല്ലേ മനെ? ഓക്കെ, സോ അമ്മൂമ്മയുടെ അപ്പയുടെയും എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് മോനുണ്ട് കേട്ടാ. എല്ലാരോടും താങ്ക് യു പറയാം. കുറെ പേര് ഇതിനെ വിഷ് ചെയ്തു. പറ ഗൈസ്. അപ്പൊ വേദുവിന്റെ ബർത്ത്ഡേ പാർട്ടി തുടങ്ങാൻ പോവാണ്. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ അറിയോ? നമ്മൾ ഒന്നും അറിയണ്ട. ഇത്തവണ ഇനി തൊട്ട് വേദു ഫ്രണ്ട്സിനോട് ആയിരിക്കുമല്ലോ മിക്കവാറും ബർത്ത്ഡേ പാർട്ടി. ആൻഡ് നമ്മൾ ഇപ്പൊ ഇങ്ങനത്തെ കുറെ പ്ലേ ഏരിയാസ് ഉണ്ട്. നമ്മളിപ്പോ നിൽക്കുന്നത് ഓബ്രോൺ വാളിലെ സിംസ് ആൻഡ് സാംസ് എന്ന് പറഞ്ഞൊരു പ്ലേ ഏരിയയിലാണ്. എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഇവിടെ 3 hours ഞങ്ങൾ എടുത്തിരിക്കുന്നത്. 3 hours അവർക്ക് അൺലിമിറ്റഡ് ആയിട്ട് കളിക്കാം. ഇവിടെ തന്നെ കേക്ക് കട്ടിങ്, ഫുഡ് എല്ലാം കാണിച്ചു തരാം. പക്ഷെ സൗകര്യം നമ്മളൊന്നും അറിയേണ്ട, സേഫ് ആയിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ പ്ലേ ഏരിയയിലാണ്. ഇതിപ്പോൾ റീസെൻ്റ്ലി 1 വർഷം കണ്ടായല്ലോ റിനോവേറ്റഡ് ആയിട്ട്. വേദുവിന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ തീരുമാനിച്ചത് നമുക്ക് ഇവിടെ തന്നെ നടത്തിയാൽ മതിയെന്ന്. അത് വേദുവിന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടാണ് എക്സൈറ്റ്മെന്റ് നോക്ക്, ഹാപ്പിനെസ് നോക്ക്. ഇതാണ് വേദുവിന്റെ ഫ്രണ്ട്. ആ കൂടെ 5 കുട്ടികളെ വന്നിട്ടുള്ളൂ. ഇന്നത്തെ ഞങ്ങൾ കൺട്രോൾ ചെയ്യാൻ വയ്യ. പിന്നെ ഇവർ എവിടെയാണെങ്കിലും നമുക്ക് പേടിക്കാനില്ലല്ലോ. ഇനി തൊട്ട് ഞങ്ങൾ ഇവിടെ നടത്തുന്നുള്ളൂ. 10 വയസ്സ് വരെ നമുക്ക് ഇതിനകത്ത് നടത്താം. അതുവരെ ഇത് തന്നെയാ സേഫ് കേട്ടാ. നമുക്ക് എന്ത് ക്ലീനും ആണ്, ആൾക്കാരും ഉണ്ട് നോക്കാൻ. വീണാലും കുഴപ്പമില്ല. ദേ ഓടുന്നു, ഇവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട് ആൾക്കാർ. പ്രിയ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ വരാൻ ലേറ്റ് ആയ.
സോ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ വന്ന കുട്ടികളുടെ പാരൻസ് തന്നെയാണ്. ടീം വർക്ക്, ഇതാണ് ടീം വർക്ക്. ഇത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് സാധാരണ പ്ലേരിയുടെ വെളിയിൽ പോകണല്ലോ വാഷ്റൂമിൽ, ഇതിന്റെ അകത്ത് തന്നെ അവർ വാഷ്റൂം വെച്ചിട്ടുണ്ട്. അത് കൊള്ളാമല്ലോ. ബോയ്സിന് ഗേൾസിന് വേറെ, ഇൻക്ലൂഡിങ് സ്ലിപ്പേഴ്സ്. ഫുൾ സെറ്റപ്പ് ആണല്ലോ ഇത്. ഇപ്പോൾ കേട്ടോ വാഷ്റൂം നല്ല സ്മെല്ലിംഗ് ആണ്. കുട്ടികളുടെ ചെരുപ്പ്, അഡൽസിന്റെ ചെരുപ്പുണ്ട്. ആൻഡ് ദെൻ ഇത് കണ്ടോ 2 വാഷ് ബേസിൻ വിത്ത് ഹാൻഡ് വാഷ് ആൻഡ് എവറിത്തിങ്. കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ്. അതുപോലെ തന്നെ 2 ടോയ്ലറ്റ്, ജെൻസിനും ലേഡീസിനുള്ള ടോയ്ലറ്റ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഭംഗി നോക്കണമെങ്കിൽ ഒരു മിററും ഉണ്ട്. ഞാൻ ഉന്തിടാൻ വരുമായിരുന്നു അത്. എവിടെ ബാക്കിയുള്ളവരൊക്കെ അവിടെ? നിങ്ങളെന്താ മാറി മാറി കളിക്കുന്നത്? എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി കളിക്കും. പോ. ഇസാനുണ്ട്, ബാക്കിയുള്ളവരെവിടെ? ഇത് ഡേവിഡാണ്. വേദുവിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രണ്ടാ. കെട്ടിയൊക്കെ പിടിക്കും ചിലപ്പോ. എന്താ? ഓ പിന്നെ എന്താ വേദു എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, മൈക്കിൾ എന്തോ വാങ്ങിക്കൊടുത്തു എന്നൊക്കെ. പറയില്ല. ക്വിഡ് ഗെയിമാ? ക്രിക്കറ്റ്. ആ ഓക്കെ. ഞങ്ങളാണ് എല്ലാം ചെയ്തത്. കണ്ടേയില്ലല്ലോ വീഡിയോയിൽ ഇത്ര നേരമായിട്ട്. എന്ത് പറയുന്നേ? എന്തുകൊണ്ടാ കാണാത്തെ? എന്താ? ഞാനാണ് ഓടി നടന്നതാ. എന്റെ നമ്മളുടെ സിസ്റ്ററും അമ്മയൊക്കെയാണ് ഹെൽപ്പ് ചെയ്ത. നോക്ക്, ഞാൻ ഇത്രയും പിള്ളേരെ മാനേജ് ചെയ്യണ്ടേ? അവിടെ പിള്ളേരൊന്നും പുറത്തു പോകത്തില്ല. അവരുടെ ഇഷ്ടത്തിന് കളിച്ചോളൂ. ഞാൻ പറഞ്ഞേ ഇനി തൊട്ട് ഇവിടെ മാത്രം നടത്തിയാ മതി. എന്താ? ഒന്നും അറിയണ്ടല്ലോ. ജസ്റ്റ് നമ്മളെ ഇവരെ ഫുള്ളൊന്ന് ഡെക്കറേറ്റ് ചെയ്യും. നമ്മളെ ഫൈനൽ ഡെക്കറേഷൻ മാത്രം മതിയല്ലോ. ഓടുവോ ചാടുവോ ബോറടിക്കോ ഒന്നും അറിയണ്ട. പോവില്ല, സേഫ് ആക്കി വീണാലും കുഴപ്പമില്ല, പൊട്ടത്തുമില്ല. അതെ. ഓക്കെ. പിള്ളേർക്കാണെങ്കിൽ ഇഷ്ടം പോലെ ഓടി നടക്കാനുള്ള സ്ഥലമുണ്ട്. ഭയങ്കര ഹാപ്പി ആയിരിക്കും എല്ലാരും. കിട്ടണ്ടേ? എന്ത് ആൾക്കാരെ കിട്ടുന്നില്ല. ഇത് ഏതൊക്കെ നമ്മുടെ പിള്ളേരെ ഏതൊക്കെയാണ് മറ്റേ കളിക്കാൻ വന്നവരെന്ന് അറിയാൻ പറ്റുന്നില്ല. ഏതെങ്കിലും കുട്ടീനെ പിടിച്ച അന്ന കേക്ക് കിട്ടി പറയാ. നമ്മുടെ ഉണ്ടല്ലോ വേദുവിന് സ്പെഷ്യൽ ആയിട്ട് കാർഡ് ഉണ്ടാക്കി. വേദുവിന് വേണ്ട ഗിഫ്റ്റ് കിട്ടിയില്ല. അപ്പൊ വേദുവിന് വേണ്ട ഗിഫ്റ്റിന്റെ കാർഡ് ഉണ്ടാക്കിയിട്ട് വേദുവിന് ഇഷ്ടമുള്ള വേറെ ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വന്നു. ഫ്രണ്ട്സ് വന്നു, അവരിപ്പോ വിളിക്കോ? മാത്യു അല്ല, വേറെ ആരെയൊക്കെയോ. ഓടിപ്പോയി നോക്ക്. എത്ര കാലമായി കണ്ടിട്ട്? ഞങ്ങളുടെ കൂടെ ലിഫ്റ്റ് വന്ന ആള് പറഞ്ഞു ഒന്നിച്ച് കാണാത്ത എന്താന്ന്. എത്ര കാലമായി എന്നല്ലേ? എത്ര കാലമായി ഡാഡിനെ കണ്ടിട്ട് കുറെ നാളായി. അത് ആ ലിഫ്റ്റില് ഞങ്ങളുടെ കൂടെ ഒപ്പം വന്ന ഒരാൾ അടുത്ത മാസം ചൈനക്ക് പോവാണ്. അപ്പൊ അങ്ങേര് പറഞ്ഞ് എന്താ നിങ്ങളെ അവരോടൊപ്പം മോടൊപ്പം കാണാത്ത എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വലിയ ടൂർ ആണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒരാഴ്ചത്തെ ടൂറൊക്കെ ആണെങ്കിൽ ഞാൻ പോവാറുണ്ട്. ചൈനയിലൊക്കെ 1 മാസം ഉണ്ടായിരുന്നില്ലേ? അതെ. യൂറോപ്പിലൊക്കെ 2 മാസമായിരുന്നു ഉണ്ടായിരുന്നു. നമുക്കിനി പോകണ്ട ഒരു ചെറിയ ട്രിപ്പ് പോകണ്ടേ? ചെറിയ ട്രിപ്പിനെ പോയാ, വലിയ ട്രിപ്പിന് ബുദ്ധിമുട്ടാണ്. അത് നമുക്കൊരു 5 days 7 ഡേയ്സിനുള്ളിലൊക്കെ വരാം. എന്ന് വെച്ചാൽ അവിടെ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലേ അവിടുത്തെ ആശുപത്രി ഒന്നും ട്രീറ്റ് ചെയ്യില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് ഉടനെ തന്നെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. അവിടെ ഒരു 5 to 7 days ഉള്ള ട്രിപ്പേ അതിന്റെ പോവാൻ നമുക്ക് പ്ലാൻ ചെയ്യാം. പ്ലസ് നമുക്ക് കുറച്ച് ഇന്ത്യൻ ഫുഡും വെജിറ്റേറിയൻ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലം നോക്കി പോയാൽ നന്നായി ഈസി ആയിട്ട് എൻജോയ് ചെയ്ത് വരാം. നല്ലതാ. അധികം നടക്കാത്ത ഒരു സ്ഥലവും കൂടെ നോക്കാം. അത് ശരിയാ. പോവാലോ? ഓക്കെ. കാറിൽ പോവാണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. റെന്റ് കാർ എടുത്താൽ മതിയോ? മതി. അപ്പൊ അതാണ് ഏറ്റവും നല്ല. റെന്റ് കാർ എടുക്കാൻ പറ്റിയ സ്ഥലത്ത് നമുക്ക് പോവാം. വരില്ലേ? ഞാൻ വരും. ഇന്ത്യക്കുള്ളിൽ എവിടെ ആണെങ്കിലും വരും. എബ്രോഡ് വരില്ലേ? അബ്രോഡ് ഒരാഴ്ചത്തെ ഇതിലാണെങ്കിൽ വരാം. അപ്പൊ എബ്രോഡ് നമുക്ക് ഒമാനില് പോണെന്ന് പറഞ്ഞു. ഒമാൻ നല്ല സ്ഥലമോ? ഒമാൻ നല്ല സ്ഥലമാണ്. വരൂ ഡാഡി. ഒമാനിൽ ഞാൻ വരാം. ഒരാഴ്ചത്തേക്കുള്ളിൽ ഉണ്ടാവില്ലല്ലോ. ഇല്ല. ഏതിന്റെ ബർത്ത്ഡേക്ക് എന്താ പറയാനുള്ളത്? 7 വയസ്സായി. ഇതാ പോയെന്ന് വിട്ടു പെട്ടെന്ന്. അവനെ പ്രസവിച്ച ഉടനെ എന്റെ കൈ കൊണ്ട് തന്ന് ദിവസം ഇപ്പോഴും ഓർക്കുന്നു. ഇപ്പൊ ദാ പോയി 7 കൊല്ലം. എങ്ങനെ ഇത്രയും പെട്ടെന്ന് 7 കൊല്ലം പോയി? 7 കൊല്ലം കഴിഞ്ഞ് ഭയങ്കര ഒതുങ്ങിയായി. പണ്ട് ഭയങ്കര വാശിയായിരുന്നു. ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ നിലത്ത് കിടന്ന് ഉരുണ്ട് ബഹളം വെച്ച് അവിടുന്ന് വരില്ല. നമ്മളവിടെ സിംലയിലൊക്കെ പോയപ്പോഴ്
ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയപ്പോ അവൻ വാങ്ങിച്ചു കൊടുത്തില്ലെന്നും പറഞ്ഞ് എന്ത് ബഹളം വെച്ചു. ഇപ്പൊ ഒതുങ്ങി പറയുന്ന കേക്കും ഇപ്പൊ എല്ലാം അനുസരണയുള്ള നാളല്ലേ അപ്പൊ വാശി എന്തായാലും കാണും. വാശി കുറച്ചുണ്ടാവും, ദേഷ്യം ഉണ്ടാവും, പെട്ടെന്ന് കരയും. അതാണ് പ്രോബ്ലം, പെട്ടെന്ന് കരയും. എന്താ ഇത്? രാജകുമാരന് കിരീടം വേണ്ടേ? ആ പിന്നെ കിരീടം നിക്കുന്നില്ലെന്നുള്ളൂ. കൊള്ളാലോ. അങ്ങനെ ബർത്ത്ഡേ 7 year old ആയി. ഇനി തൊട്ട് എല്ലാം തന്നെ ചെയ്യുക കേട്ടല്ലോ. എല്ലാ ഫ്രണ്ട്സും വന്നു. ഹാപ്പി ആയില്ലേ? ആരെ കിട്ടാനാണ് കേട്ടോ പാട്. ആണുങ്ങളെല്ലാം ബോയ്സെല്ലാം ഒതുക്കി വന്ന് നിന്നു. ഓക്കെ, പ്രിയ പോയി നിക്ക്. എന്താ സംഭവിച്ചേ? വ്ളോഗൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഫുൾ ബഹളം. ഒരു കുട്ടീനെ നോക്കാൻ നമ്മൾ പാടുപെടുന്നു. അപ്പൊ ടീച്ചേഴ്സിന് സമ്മതിക്കണ്ടേ? ഇവിടെ വരുമ്പോഴേ അറിയുന്നുള്ളൂ. നമ്മൾ ഈ ടീച്ചേഴ്സിനെ വിളിച്ച് ടീച്ചർ ഇതിങ്ങനെയാണ് അങ്ങനെയാണ് ഓരോ കംപ്ലൈന്റ് പറയുന്നല്ലാതെ അവിടെ ടീച്ചറിന്റെ കണ്ടീഷൻ ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇപ്പൊ എല്ലാരും ഇരുന്ന് കിട്ടിയിട്ടുണ്ട്. വേഗം ഫുഡ് കൊടുത്തോ. എല്ലാരും ഒരു ടേബിളിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ പാട്ടല്ലേ, പോയി ഡാൻസ് കളിച്ചൂടെ? ആ വേദമല്ലേ പറയും പാട്ട് വെക്കാൻ. ഇസാനൊന്നും അല്ല. എന്നാ എല്ലാരും പോയി ഡാൻസ് ചെയ്യപ്പോ. എല്ലാം ഇവര് തന്നെ അറേഞ്ച് ചെയ്യുക. ചിക്കിങ് ആണ് നമ്മൾ പറയുന്നത്. നഗറ്റ്സും ബർഗേഴ്സും മാത്രം പറഞ്ഞാൽ മതി. മിക്കവാറും കുറേ വേസ്റ്റോ. ജെഫ്രിന്റെയും പ്രിൻസിന്റെ ഒക്കെ ആവശ്യം അത്യാവശ്യമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് തീയൊന്നും ഇല്ലാതെ ആയിപ്പോയി. അങ്ങനെ കുറച്ച് ഫുഡ് വേസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയും 4 ദിവസം ബർഗർ മാത്രം കേട്ടാ. 4 ദിവസം വീട്ടില് ബർഗർ മാത്രം. ഏകദേശം 20 ബർഗർ ബാക്കിയുണ്ട്. അപ്പളേ പറഞ്ഞതാണ്. ഞാൻ കുറവാ, 20 എണ്ണം പറഞ്ഞു. യു ഓർഡർ 32. ഇനി രാവിലെ രാത്രിയും ബർഗർ. പണിയൊക്കെ കഴിച്ചോ? അല്ലെങ്കിൽ ജെഫ്രിന്റെയും പ്രിൻസൊക്കെ വിളിക്കാം വീട്ടിലേക്ക്. ഏത്? ഇപ്പൊ പോകുന്ന വഴിക്ക്. വേദം എല്ലാരും കളക്ട് ചെയ്തോണ്ട് പോവാ. എല്ലാരും വിളിക്കുക. ഇനിയുണ്ടല്ലോ? ഇല്ല, ഇത്രേ ഉള്ളൂ. ഇനി എല്ലാവർക്കും റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ. ഓ എടുക്ക്, റിട്ടേൺ ഗിഫ്റ്റ് എടുക്ക്. താങ്ക് യു ഫോർ കമ്മിങ് ഫോർ മൈ ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞ് കൊടുക്ക്. ഇതേ അടിയില് അതല്ല, താങ്ക് യു ഫോർ കമ്മിങ് എന്ന് പറയണം കേട്ടോ. ആ എടുക്ക്. ഗേൾസിന് കളർ, ബോയ്സ് നമ്മയ്ക്കും ഈവയ്ക്കും കൊടുക്കുക. ഓ ഇവരും കൊടുക്കുന്നുണ്ട് കേട്ടോ ഗിഫ്റ്റ്. എന്താ ഇത് വലത് കൈ വെച്ചിട്ട് റൈറ്റ് ഹാൻഡ് വെച്ച് വാങ്ങാൻ ഡാഡി തരുന്ന ഗിഫ്റ്റ് ആണ്. നിന്റെ 18 വയസ്സാകുമ്പോഴേ കിട്ടുള്ളൂ മോനെ കേട്ടോ. അത് ഇത് കോളേജിന്റെ എല്ലാ ചെലവിനും നിന്റെ പോക്കറ്റ് മണി ആയിരുന്നു. 2 ലക്ഷം രൂപ കിട്ടും. അത് ഇൻട്രസ്റ്റ് സഹിതം ഒരു 4-5 ലക്ഷം രൂപ കിട്ടും. ചോദിക്കും. ഓട്ടോമാറ്റിക് റിന്യൂവലാണ്. റിന്യൂ ചെയ്യാൻ പോകണ്ട. അവനെല്ലാം മനസ്സിലായി. ഇത് മമ്മിയുടെ വക ഗിഫ്റ്റ്. താങ്ക് യു പറ അക്കിയ. അപ്പൊ ഡാഡിയുടെ വക വേദുവിന്റെ കോളേജിന്റെ മറ്റേ പോക്കറ്റ് മണി മൊത്തം അടിച്ചു പൊളിക്കാനുള്ളതൊക്കെ വേദുവിന് ഡാഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഡിപ്പോസിറ്റ് എന്റെ പേരില്ല, എന്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. അതെ. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻട്രസ്റ്റ് സഹിത റിന്യൂ വെക്കും. ഓക്കെ, താങ്ക് യു ഡാഡി. ഓക്കെ. ഇസാന്റെ അമ്മയ്ക്കും നമ്മുടെ അമ്മയ്ക്കുമാണ് സ്പെഷ്യൽ താങ്ക്സ് പറയണ്ടേ. ഫുൾ ഹെൽപ്പ് ചെയ്തതാട്ടോ, സെറ്റ് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തത്. അല്ലെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു. അതെ. സോ വൈൻഡ് അപ്പ് കംപ്ലീറ്റ് കാലി. അവരപ്പം തന്നെ സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്.
സ്റ്റാഫ് വാസ് വെരി ഹെൽപ്ഫുൾ. ഭയങ്കരമായിരുന്നു കേട്ടോ. ഓവർ ആൻഡ് അബൌട്ട് ദർ ഒന്നും അറിയണ്ട, ഇവിടെ വന്ന് ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ തന്നെ ഡീകോറും ഡെക്കറേഷനും ബലൂണും കേക്കും ഫുഡും എല്ലാം അറേഞ്ച് ചെയ്തു, ക്ലീനിങ്ങും സെറ്റിങ്ങും എല്ലാം ഇവരെ ചെയ്യും. പിള്ളേരെ നോക്കിക്കോളും. അതെ. അപ്പൊ വേദു ഭയങ്കര ഹാപ്പി ആയിരുന്നു. വൺസ് അഗൈൻ ഇനിയിപ്പോ എന്റെ ടെൻഷൻ എന്താ അറിയോ, അടുത്ത വർഷം ഇവിടെ തന്നെ മതി അമ്മ. ഓക്കെ. ഹാപ്പി ആയ ബർത്ത്ഡേ. ഭയങ്കര ഇഷ്ടമായ ഗിഫ്റ്റ് ഒന്നും ഇപ്പൊ നോക്കൊന്നും വേണ്ട, അവിടെ വീട്ടിൽ പോയി നോക്കാടാ, ഇവിടെ തുറക്കാൻ പാടില്ല. ഓക്കെ, സോ വെരി ഹാപ്പി. അല്ല വെരി ഹാപ്പി ആണോ എന്ന്. റിട്ടേൺസ് ഓഫ് ദ ഡേ. അപ്പൊ വൺസ് അഗൈൻ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. നമുക്ക് ഇത്തവണ മറ്റേ ഭയങ്കര ഐസ്തെറ്റിക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം പിള്ളേര് ഫോട്ടോ ആയിരുന്നു. ബട്ട് ദിസ് ഇസ് ദ ലൈവ്, എന്താ പറയുന്നത്, ഒരു റോ ഫുട്ടേജ് എന്ന് പറയുന്ന പോലെ അൺഎഡിറ്റഡ് ഫൺ. ഓക്കെ, സോ താങ്ക് യു. നാളെയാണ് ശരിക്കുള്ള ബർത്ത്ഡേ. അന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങും, ക്ഷീണം. ഓക്കെ, അതെ, ഫുൾ പഠിത്തം. അപ്പൊ ഓക്കെ, സോ ഗൈസ് താങ്ക് യു ഫോർ ഓൾ യുവർ ബർത്ത്ഡേ വിഷസ്. നമുക്ക് വേറൊരു പറഞ്ഞാൽ മതി. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. അതൊരു സ്റ്റേ ഹെൽത്തി.